1 minute. हेलो, बोलिए सर. हाँ, ठीक हो सर, ठीक हो. ओके. अच्छा, നോ പ്രോബ്ലം സർ, കറങ്ങുക സർ, ചെയ്യാം, പ്രശ്നമില്ല, അത് ചെയ്യാം. പിന്നെന്താ, ഓക്കെ, നന്നായിട്ട് നടക്കുന്നു സർ. ऑल गॉड्स ग्रेस, सब अच्छी तरह चल रहा है. आप कैसे हैं? ओके सर, आई विल डू इट सर. शुक्रिया सर. ओके सर, ओके. ആരാ കരയുന്നേ? കരയെങ്കിൽ സാർ ചെയ്യാം എന്നാണ് പ്രൊഡ്യൂസറാണ് വിളിച്ചത്. പുള്ളിക്ക് മംഗലാപുരത്ത് മീൻ കച്ചവടമാണ്. പുള്ളിയുടെ വൈഫിന്റെ സിസ്റ്റർ നന്നായിട്ട് പാട്ട് പാടും. നമ്മുടെ പടത്തില് 2 പാട്ട് പാടിക്കണമെന്ന് ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷേ നല്ല കഴിവില്ലെങ്കിൽ പാടിക്കില്ല, പ്രശ്നമില്ല, നോ കോംപ്രമൈസ്. അത് ഞാൻ ഓക്കെ ഒക്കെ പറഞ്ഞു, പക്ഷെ നോ കോംപ്രമൈസ്. അങ്ങനെ ആരെങ്കിലും വിളിച്ച് പാടിക്കാൻ കഴിയുമോ? there are lot of talents sir. ഓക്കെ, ടാലന്റ് ഉണ്ടെങ്കിൽ ഐ ഡോണ്ട് മൈൻഡ്, ഇല്ലടാ അത് പ്രോബ്ലം ഇല്ല. അല്ലാതെ ആരെങ്കിലും വിട്ട് പാടിക്കാൻ പറ്റില്ല. കമാൻ സ്റ്റോറി. അപ്പം നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ ഒരു സ്റ്റോറിയാണ്. അതാണ് വില്ലേജ് സബ്ജക്ട്. എനിക്ക് വില്ലേജ് സബ്ജക്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മഹേഷിന്റെ പ്രതികാരം ഐ സോ ദാറ്റ് കേട്ടോ, 5 times ഐ സോ ദാറ്റ്. വെരി ഇൻട്രസ്റ്റിംഗ് ഇല്ലേ? ആദ്യം മറ്റേ ഈ ബ്യൂട്ടിഫുൾ ആയിട്ട് അതേപോലെ ഐ വോണ്ട് എ സിമിലർ സിറ്റുവേഷൻ. ആദ്യം നമ്മുടെ ലാൻഡ്സ്കേപ്പിന്റെ ബ്യൂട്ടി ഒക്കെ നന്നായിട്ട് വരണം. നമ്മുടെ പടത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ കർഷകൻ എന്നാണ്. കർഷകൻ, കിസാൻ, ഫാമർ. അതാണ് കൃഷിക്കാരന് 2 മക്കളാണ്, ചേട്ടനും അനിയനും. അദ്ദേഹത്തിന് 2 മക്കളാണ്. 2 ഭായി. അപ്പൊ ഇവരുടെ ജീവിതത്തിലേക്ക്, അതായത് 2 പെണ്ണുങ്ങളും, അതായത് അവരുടെ ഭാര്യമാർ കടന്നു വരുമ്പോൾ ഉണ്ടാവുന്ന ജീവിതത്തിന്റെ സമനില താളം തെറ്റലുകളാണ് കാണിക്കുന്നത്. കടന്നു വരുന്ന പെൺകുട്ടികളും കടന്നു വരുന്ന ട്വിൻസ് ആണ്. ടിസ്റ്റാണ് വിചാരിച്ചത്. നല്ലൊരു ടിസ്റ്റ് ആയിരിക്കും അല്ലേ സാർ? അപ്പൊ ഈ പിന്നെ ആൺകുട്ടികള് അവര് ഹീറോസും ട്വിൻസ് ആണ്. അല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന ട്വിൻസ് ആണ്. ഞാൻ അങ്ങനെയല്ല നിന്നോട് പറഞ്ഞത് എഴുതണമെന്ന്. ഓക്കെ. അപ്പൊ ആ ട്വിൻസിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളാണ്, അതായത് മാറ്റങ്ങൾ. ഇപ്പം കഥയ്ക്ക് വേണ്ടി ഇപ്പം ആളുടെ മാറിപ്പോകുന്ന ഒരു സെറ്റപ്പിലേക്ക് ഭർത്താവിന് ഈ ഭാര്യ മാറിപ്പോകും, ഭാര്യക്ക് ഈ ഭർത്താവ് മാറിപ്പോയി. ഇദ്ദേഹത്തിന്റെ ചേട്ടന്റെ ഭാര്യ ബ്ലാക്ക് പൊട്ട് ധരിക്കുക, അനിയന്റെ ഭാര്യ റെഡ് പൊട്ട് ധരിക്കുക. ഇത് മാത്രം. ബ്ലാക്ക് പൊട്ട് വെച്ച് ഐഡന്റിഫൈ, റെഡ് പൊട്ട് വെച്ച് ഐഡന്റിഫൈ. കമാൽ കാ സ്റ്റോറി അയ്യാ, കമാൽ കാ ബഹുത് അച്ഛാ. ഞാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ബേസിക് ഐഡിയ എഴുതിയായിരുന്നു, ഞാനങ്ങ് മാറ്റി വെച്ചു. ജീവിക്കണ്ടേ, അന്നം മേടിക്കണ്ടേ. ആളുടെ സ്റ്റോറി എന്നുള്ള ഐഡിയ വിട്ടേ. ഐ ലൈക്ക് ദിസ് ബേസിക് സ്ക്രിപ്റ്റ്. ഹിന്ദിയിൽ ഇത് സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഇത്രയും അനുഭവസമ്പത്തുള്ള സാറിന്റെ ഭാഗം ഇത് സൂപ്പർ ഹിറ്റ് ആവും എന്ന് പറഞ്ഞ ആയിരിക്കും സാർ. സാറിനെ നേരത്തെ കാണേണ്ടതായിരുന്നു. സത്യം സാർ, ഞാൻ ഒരുപാട് കഥകൾ എഴുതിയതെല്ലാം പൊട്ടരായ ഡയറക്ടർമാർക്ക് വേണ്ടി മാത്രമാണ്. അതെ, എഴുതിയിട്ടുള്ളൂ. അപ്പൊ മനസ്സിലായല്ലോ. ഹിന്ദിയിലൊക്കെ എഴുതുന്ന പാടായിരിക്കും. ഇത് ഹിന്ദി ആർട്ട് അറിഞ്ഞൂടാത്തോണ്ട് നമുക്ക് വേറെ ആരെങ്കിലും മലയാളത്തിൽ എഴുതട്ടെ. സാർ ഇതെന്താ പറയോ, ഇതിനകത്ത് പൊട്ടുന്ന സാധനമല്ലോ ആണോ? അയ്യോ സാറല്ല, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന തിരക്കഥകളാണ്. അതാ പറഞ്ഞ പൊട്ടുന്ന സാധനമാണെന്ന്. സത്യം സാറിന് ചൂപ്പാട് വരുമല്ലോ സാറ്. നമ്മുടെ പ്രൊഡ്യൂസറുടെ വൈഫിന്റെ അനുജത്തിയാണ്. പാട്ട് സാറ് വിളിച്ചിരുന്നു. ഇരിക്കും മാഡം. സാറ് മംഗലാപുരത്ത് ഇപ്പൊ വിളിച്ചേ ഉള്ളൂ, അതിനിടയ്ക്ക് ഇവിടെ എത്തിയില്ലേ? ഓക്കെ. ആക്ച്വലി ഞാൻ ആരും ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ ഇതിനു മുമ്പ് പാടിയിട്ടുണ്ടോ? ഗായ ആപ്നെ ഉണ്ട്. ഓക്കെ. ഇവര് റൈറ്ററും ഡയറക്ടറും ഒക്കെയാണ്, അസോസിയേറ്റ് ഡയറക്ടർ. പാടി കേൾക്കാം. ആയിക്കോട്ടെ. നിങ്ങളും കൂടെ ജഡ്ജ് ചെയ്യും. നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിന്റെ കൊമ്പിൽ വരും ജന്മത്തിലെങ്കിലും ശൗരേ ഒരു പൂവായി വിരിയുവാൻ കഴിഞ്ഞുവെങ്കിൽ, നിന്റെ കാൽക്കൽ വീണടിയുവാൻ കഴിഞ്ഞുവെങ്കിൽ, കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ
ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ കൃഷ്ണ എന്നുള്ള അതല്ലേ അവസാനം കൃഷ്ണ 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 ദൈവത്തെ ഓർത്ത് ഈ പാട്ട് ആ ചിത്ര ചേച്ചി കേൾക്കാനൊന്നും ഇട വരല്ലേ? ഇത് പാടുകയാണോ പറഞ്ഞാണോ? പാടിയത് പാടുക. തമിഴ് അറിയില്ല സാർ, മലയാളം മാത്രമേ അറിയൂ. ഹലോ ആ സാർ ഇവിടെ ഉണ്ട് സാർ, എൻ്റെ മുന്നിലുണ്ട്. ഓക്കെ, വെരി സോറി സാർ. പാട്ട് അത്ര പോരാ സാർ. ഞാനെല്ലാം ഫ്രാങ്ക് ആയിട്ട് പറയും, എനിക്ക് കോംപ്രമൈസ് പറ്റില്ല. പാട്ട് ഒന്നത് ഒരു ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടില്ല, അത് പഠിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആ പാട്ട് ടു ബി ഫ്രാങ്ക് ഹോറിബിൾ ആണ് സാർ. ഒരിക്കലും ഞാൻ അങ്ങനെ കോംപ്രമൈസിന് പോകും. വൺ മിനിറ്റ് സാർ. സാർ ഞാൻ ഒന്നുകൂടെ നോക്കിക്കോട്ടെ. ഒന്നുകൂടെ നോക്കിയിട്ട് വിളിക്കാം സാർ. ഞാൻ വിളിച്ചോണ്ട് പൊക്കോട്ടെ. അല്ല മറ്റേ നിന്റെ ആ കൃഷ്ണ ഒന്നുകൂടെ എടുക്കൂ. കൃഷ്ണ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്, വോയിസ് ആണ്. സാറേ ഇതിനകത്തൊരു അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് വളരെ അല്ല, മുമ്പത്തേക്കാൾ ഇംപ്രൂവ്മെന്റ് ഇല്ലേ മണിക്കുട്ട? ഇമ്പ്രൂവ്മെന്റ് ആയി വരുന്നുണ്ട്. ഒന്നും കൃഷ്ണ. അതെ കൃഷ്ണ സൂപ്പർ. ഒന്നുകൂടെ പാടിയ കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് കിട്ടുമെന്ന് തോന്നുന്നു. വെരി ഗുഡ്. ഞാൻ പറഞ്ഞല്ലോ, ലതാ മങ്കേഷ്കറിന്റെ ഒരു വോയിസ് ആയിട്ട് നല്ല സാമ്യമുണ്ട്. ഇതാ ലയത്തിന്റെ എന്തോ ഒരു ഇതുണ്ട് സാറേ. എങ്ങനെ പറഞ്ഞ മിക്സ് ചെയ്യാല്ലേ സാറേ? ഇത് മതി സാറേ, സമ്മതിക്കും. ഒരു സിനിമയിൽ പാടാനുള്ള മോഹം കൊണ്ടല്ലേ ഞാൻ ചോദിക്കട്ടെ. നമ്മളിപ്പോ എല്ലാവരും അങ്ങനെ വലിയ ഗായകരായിട്ടാണോ പിന്നെ ജനിക്കുന്നത്? ഇതേപോലെ പാടി തെളിയും. അല്ല സാറല്ലോ. സാർ അല്ല സാർ, ഇപ്പൊ കേട്ടപ്പോ നന്നായിട്ടുണ്ട്. അതെ സാർ, സാറിന്റെ വൈഫിന്റെ സിസ്റ്ററായിട്ട് പറയല്ലേ, ഇപ്പൊ നന്നായിട്ട് പാടി സാർ. ആ കൃഷ്ണ എന്നുള്ള വിളി കേട്ടപ്പോ എനിക്ക് യഥാർത്ഥ രോമാഞ്ചം വന്നു സാർ. അതെ, ഈ നല്ല ടാലന്റ് ആണ് സാർ. അതുകൊണ്ട് സാർ ഈ പടം ക്യാൻസൽ ചെയ്യണ്ട സാർ. അല്ല ഞാനിപ്പോ സാറിപ്പോ ഈ പടം ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞുകൊണ്ടൊന്നും അല്ല അവർക്ക് അവസരം കൊടുക്കുന്നത്. എനിക്ക് റിയലി പാട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ടുണ്ട് സാർ. ആ നല്ല ടാലന്റ്. സാറിന്റെ ഫാമിലിക്ക് നല്ല ക്രെഡിറ്റ് ആയിരിക്കും. അതെ സാർ, അതെ തീർച്ചയായിട്ടും ഞാൻ അത് കൊടുക്കാം സാർ. ഞാൻ അത് തീർച്ചയായിട്ടും. മീൻകച്ചവടമൊക്കെ എങ്ങനെയുണ്ട് സാർ? ആ, മത്തി കുറവാണ്. ഓക്കെ അയിലുണ്ടോ സാർ? ഓക്കെ അയിലുണ്ട്. ഓക്കെ, ചാകരയാണ്. ഓക്കെ സാർ. അപ്പൊ ഇവിടെ കുറച്ച് ഫണ്ട്സിന്റെ കുറവുണ്ടാവും, എത്തിച്ചാൽ വളരെ സൗകര്യം. പാട്ടൊന്ന് നാളെ റെക്കോർഡ് ചെയ്യിക്കാം സാർ. മാത്രമല്ല എനിക്കൊന്ന് അഭിനയിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കൊടുക്കാം സാർ, താല്പര്യമുണ്ടോ? അപ്പൊ അഭിനയിപ്പിക്കാം സാർ, റോളും കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇപ്പൊ ഏതാ കൊടുക്കണ്ട സാർ? അഭിനയിപ്പിക്കണം, പാട്ടും? അല്ല, പാട്ടും കൊടുക്കാം. ഇതിപ്പോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ ലൈഫില് നമ്മള് കുറച്ചൊക്കെ ചെറുതായിട്ടൊക്കെ കോംപ്രമൈസ് വേണം. പക്ഷെ ഇത് ചെറിയ കോംപ്രസ് അല്ലേ സാറേ? വലിയൊരു കോംപ്രസ്. നായികന്നൊക്കെ പറയുമ്പോ നായികന്നല്ലോ, ഒരു റോള് കൊടുക്കാം. അതിപ്പോ നമുക്കിപ്പോ അതിനിപ്പോ എന്താ സാറിനെ പോലെ ഒരു വലിയ സംവിധായകൻ അങ്ങനൊന്നും പറയരുത്. നിങ്ങൾ പിന്നെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അല്ല സാർ, സാറിനെ പോലെ സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ വിഷമം. സാർ എന്താണ് ഈ പാടുള്ളത്? അവർ പാടിയാണ് വല്ല പിച്ചുണ്ട്, അത് താടമുണ്ട്, ബോധമുണ്ട്, കൃഷ്ണ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. തിയേറ്ററിന് ആൾക്കാർ എഴുതിയിട്ട് സാറിന്റെ പേര് ഈ പാട്ടല്ലല്ലോ നമ്മൾ ഇതിന് വേറെ പാട്ടല്ലേ പാടിക്കുന്നത്. അപ്പൊ അത് നമുക്ക് വേറെ രീതിയിൽ വന്നപ്പോ സാറിന്റെ സ്ട്രിക്ട്നെസ് കണ്ടപ്പോൾ ഞങ്ങൾ അഭിമാനം കൊണ്ടു. ഈ സാറിന്റെ മുന്നിലുണ്ടല്ലോ വന്നത്. ഇപ്പൊ സാറാണ് ഇതേപോലെ ഒരു വല്ലാത്തൊരു പാട്ടുകാരി എടുത്ത് അവസരം കൊടുക്കാൻ. ഒന്നാമത് അവർ ഒരു പാട്ട് പാടി, ഈ പാട്ട് പോലെ സാറിന് 3 പാട്ട് കൂടെ അവർക്ക് കൊടുക്കാൻ പോകുന്നത്. സാർ സത്യത്തിൽ കൊടുക്കരുത് സാർ, വേണ്ട സാർ. എന്താ സാറിന്റെ ഉള്ള ഈ പടം ക്യാൻസൽ ആണോ അല്ലേ? അങ്ങനെ ഈ പടം നിർത്തി വെക്കണം അല്ലേ? ആദർശമൊക്കെ പറയാം എളുപ്പമാണ്. എനിക്ക് ബാങ്കിലെ ജോലി കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മാസാമാസം പാലിന് കാശ് കൊടുക്കണം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള കാശ്, വീടിന്റെ വാടക, ഇതൊക്കെ നിങ്ങൾ കൊടുക്കോ? അപ്പൊ നേരത്തെ സ്ട്രിക്റ്റ് അതൊക്കെ പറയാൻ എളുപ്പമാണ്. സെക്കൻഡ് യൂണിറ്റ് ഡയറക്റ്റ് ചെയ്യണ്ട, തന്റെ കഥയും വേണ്ട. ജീവിതത്തില് ആദർശത്തെക്കാളും വലുത് പ്രായോഗിക ബുദ്ധിയാണ്.